Hi everyone, it's me Rahima. Welcome to my channel. കഴിഞ്ഞ എപ്പിസോഡിൽ അതായത് കഴിഞ്ഞ വീഡിയോ Part-1 we had done the Kerala Administrative Service Prelims 2018 examination question paper analysis. So this is part 2 of that video. It's dealing with another 3 questions. മെയിനായിട്ടും 3 ക്വസ്റ്റ്യനിൽ മെയിനായിട്ടും 2 ക്വസ്റ്റ്യൻ ഈസ് ഡീലിംഗ് വിത്ത് ദ സെയിം കൺസെപ്റ്റ് ആൻഡ് ഒരു ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവേണൻസ് ആൻഡ് പൊളിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിനും ചോദിക്കുന്ന 2 ഏരിയയാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഡീലിംഗ് വിത്ത് സോഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ്. സം പ്രിൻസിപ്പിൾസ് വി ഹാവ് ബോറോഡ് ഫ്രം അനദർ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അത് ഏതൊക്കെ പ്രിൻസിപ്പിൾ ഏതൊക്കെ രാജ്യത്തിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുന്നവർക്ക് അറിയാം എത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ബിക്കോസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അഡോപ്റ്റ് ചെയ്തതെല്ലാം ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിക്കുന്ന പല ക്വസ്റ്റ്യനും പല എക്സാമുകളിലും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ KASനും ഉണ്ടായിരുന്നു അതുപോലെ ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനാണ് ഡീൽ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ കോഡ് എയിൽ 58th ക്വസ്റ്റ്യൻ ആണത്. ദെൻ അടുത്ത 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡീലിംഗ് വിത്ത് ദ ഷെഡ്യൂൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം there is 12 schedules in the constitution. അപ്പോൾ 12 ഷെഡ്യൂൾസിൽ ഏത് ഷെഡ്യൂൾ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഈവൻ ഇൻ ദി KAS exam we had 2 questions. That is one is I think is from first schedule and another there is 4 schedules മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ 4 ക്വസ്റ്റ്യൻസും ആ 4 ഷെഡ്യൂൾസും അതുപോലെ തന്നെ മറ്റേ ക്വസ്റ്റ്യനിൽ ഒരു ഷെഡ്യൂൾ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് എല്ലാ ഷെഡ്യൂളും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ സോഴ്സുകളും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എല്ലാ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ എവിടുന്ന് അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ള എല്ലാ സോഴ്സുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡീലിംഗ് വിത്ത് സോഴ്സ്. സോ ലെറ്റ്സ് മൂവ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കോഡ് നമ്പർ 7 അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ഫസ്റ്റ് മാച്ച് ദ പ്രൊവിഷൻസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഈസ് listed in list 1 and with the country from which it is adopted in list 2 that is listed in list 2. So I'll read first one, that is list 1, that is constitutional provisions. And 5 constitutional provisions തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലിസ്റ്റ് 2 കോൺസ്റ്റിറ്റ്യൂഷൻസ് ഫ്രം വിച്ച് ഇറ്റ്സ് അഡോപ്റ്റഡ് അങ്ങനെ 5 കൺട്രീസും തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റ്, അത് ഓസ്ട്രേലിയ. Then second എന്ന് പറയുന്നത് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് എമർജൻസി, ദാറ്റ് ഈസ് ഫ്രം ജർമ്മനി. ആൻഡ് തേർഡ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ്, അത് അയർലൻഡ്. റെസിജ്വൽ പവേഴ്സ്, ദാറ്റ് ഈസ് കാനഡ. ആൻഡ് ഫിഫ്ത്ത് അമെൻഡ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, സൗത്ത് ആഫ്രിക്ക. ഇതിനെയാണ് നമ്മൾ മാച്ച് ചെയ്യുന്നത്. അപ്പോൾ 5 പ്രൊവിഷൻസും അതിന്റെ 5 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ 5ഉം കറക്റ്റ് ആയിട്ടാണ് മാച്ച് ചെയ്തേക്കുന്നത്. അതായത് കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നും, അതുപോലെ സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് എമർജൻസി ജർമ്മനിയിൽ നിന്നും അത് കറക്റ്റ് ആയിട്ടാണ് 5ഉം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 1A, 2B, 3C, 4D ആൻഡ് 5B. അതാണ് ഇതിന് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് കൺകറന്റ് ലിസ്റ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ്, ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ്, അതുപോലെ തന്നെ ജോയിന്റ് സിറ്റിംഗ് ഓഫ് 2 ഹൗസസ് ഓഫ് പാർലമെന്റ്, ഈ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. സെക്കൻഡ് പറഞ്ഞ സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ഡ്യൂറിംഗ് എമർജൻസി, അത് ജർമ്മനിയിലാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് മാത്രമാണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. തേർഡ് പറഞ്ഞത് മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ്, അത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. അയർലൻഡിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, അതുപോലെ തന്നെ നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ, ദെൻ മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് റെസിജ്വൽ പവേഴ്സ്, അത് നമ്മൾ കാനഡയിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. കാനഡയിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള ഫീച്ചേഴ്സ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ, പിന്നെ വെസ്റ്റിംഗ് ഓഫ് റെസിജ്വൽ പവേഴ്സ് നമ്മൾ പറഞ്ഞത്,
പിന്നെ അപ്പോയിൻമെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ ദ സെന്റർ, അതുപോലെ തന്നെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോടതി. ഇതെല്ലാം നമ്മൾ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിഫ്ത്ത് എന്ന് പറയുന്നത് അമെൻമെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ഇതെന്ന് പറയുന്നത് പ്രൊസീജിയർ ഓഫ് അമെൻമെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ. ഇത്രയാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം നിങ്ങൾക്ക്. അപ്പൊ അതിനകത്ത് ബാക്കിയുള്ള അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിങ് ഒക്കെ ഉള്ളത് ബാക്കിയുള്ളതെല്ലാം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. അതാണ് ഈ ക്വസ്റ്റ്യനിൽ ആൻസറും അവർ കറക്റ്റ് ആയിട്ട് നേരിട്ട് കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ഒന്ന് അറിയുന്നവർക്ക് ഈ ഓപ്ഷൻസിൽ നിന്ന് ഓപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ മൂവ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കോഡ് നമ്പറിൽ 55 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ 55 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് ഈ സെയിം ഷെഡ്യൂളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഷെഡ്യൂളുകളെ ഡിപ്പെൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ ഫസ്റ്റ് എന്ന് പറയുന്നത് in order to question read ചെയ്യാം. In order to form a new state, which schedule in the Constitution of India needs to be amended? അതിനകത്ത് സെക്കൻഡ് ഷെഡ്യൂൾ, തേർഡ് ഷെഡ്യൂൾ, 10th ഷെഡ്യൂൾ ആൻഡ് ഫസ്റ്റ് ഷെഡ്യൂൾ. അതാണ് ഫസ്റ്റ് ഷെഡ്യൂൾ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ ഷെഡ്യൂൾസിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ കോഡില് 43 ആണ്. അതായത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഡിഫറെന്റ് ഷെഡ്യൂൾസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്. അതുപോലെ തന്നെ പേര് മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഫിഫ്ത്ത് ഷെഡ്യൂൾ, ഫിഫ്ത്ത് കറക്റ്റ്ലി മാച്ച്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫിഫ്ത്ത് ഷെഡ്യൂളിന് നേരെ കൊടുത്തിരിക്കുന്നത് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. സിക്സ്ത് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ രാജ്യസഭ ടു ദി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. അതാണ് സെക്കൻഡ് ഓപ്ഷൻ. തേർഡ് എന്ന് പറയുന്നത് 9th ഷെഡ്യൂൾ, ആക്ട്സ് ആൻഡ് റെഗുലേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഡീലിംഗ് വിത്ത് ലാൻഡ് റിഫോംസ് ആൻഡ് അബോളിഷൻ ഓഫ് സെമിൻഡാരി സിസ്റ്റം. ദെൻ ഫോർത്ത് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോർത്ത് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് 10th ഷെഡ്യൂൾ, അത് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. ഇതിൽ കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. എ 1, 2, 3, ബി 1, 3 and 4, സി 1 and 3, ഡി 1 and 4. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഫിഫ്ത്ത് ഷെഡ്യൂൾ എന്ന് പറയുന്നത് കറക്റ്റ്ലി മാച്ച് ചെയ്തിട്ടുണ്ട്. ഫിഫ്ത്ത് ഷെഡ്യൂളിലാണ് ഷെഡ്യൂൾഡ് ഏരിയാസിനെയും ഷെഡ്യൂൾഡ് ട്രൈബ്സിനെയും അഡ്മിനിസ്ട്രേഷനും കൺട്രോളും ആയിട്ട് പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് പറയുന്നത് ആർട്ടിക്കിൾ 244. അത് കറക്റ്റാണ്. അപ്പോൾ ഫിഫ്ത്ത് ഷെഡ്യൂൾ കറക്റ്റാണെന്ന് മനസ്സിലായിട്ട് ഒരു കാൻഡിഡേറ്റിന് ഒരു ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം 4 ഓപ്ഷനിലും 1 is there. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 6th ഷെഡ്യൂളാണ്. 6th ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ രാജ്യസഭ ടു ദ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. അത് തെറ്റാണ്. 6th ഷെഡ്യൂൾ ഡീൽസ് വിത്ത് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. അപ്പോൾ 6th ഷെഡ്യൂൾ എന്ന് പറയുന്നത് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നുമായിട്ട് ബന്ധപ്പെട്ട ട്രൈബൽ ഏരിയാസിന്റെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ആർട്ടിക്കിൾ 244 and 275. അപ്പോൾ 2 തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് മനസ്സിലാകുന്ന ഒരു കുട്ടിക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 4 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 2 ഓപ്ഷൻ കൂടി എലിമിനേറ്റ് ചെയ്യാം. കാരണം 4 10th ഷെഡ്യൂളിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് പ്രൊവിഷൻ റിലേഷൻ ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ പ്രൊവിഷൻ എന്ന് പറയുന്നത് 6th ഷെഡ്യൂളിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനും 4th ഓപ്ഷനും ഇൻകറക്റ്റ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എ എലിമിനേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഡിയും എലിമിനേറ്റ് ചെയ്യാം, അതുപോലെ ബിയും എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ ഓഫ് കോഴ്സ് 2 ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 1 and 3. 3 പറയുന്നത് 9th ഷെഡ്യൂൾ. 9th ഷെഡ്യൂള് ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ ആക്ട്സ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ഡീലിംഗ് വിത്ത് ലാൻഡ് റിഫോംസ് ആൻഡ് അബോളിഷൻ ഓഫ് ദ സെമിനാരി സിസ്റ്റം. ഇതാണ് 9th ഷെഡ്യൂൾ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1 and 3. അതാണ് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും കറക്റ്റായി ഞാൻ മനസ്സിലായി പ്രതീക്ഷിക്കുന്നു. ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ സ്റ്റേറ്റുകൾ പുതിയൊരു സ്റ്റേറ്റ് ഫോം ചെയ്യുമ്പോൾ, അതായത് ഒരു ന്യൂ സ്റ്റേറ്റ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ ഏത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഷെഡ്യൂളാണ് നമ്മൾ അമെൻഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സെക്കൻഡ് ഷെഡ്യൂൾ, തേർഡ് ഷെഡ്യൂൾ, 10th ഷെഡ്യൂൾ, ഫസ്റ്റ് ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഷെഡ്യൂളാണ്. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ടോട്ടലി കോൺസ്റ്റിറ്റ്യൂഷനിൽ 12 ഷെഡ്യൂളുകളുണ്ട്. ആ 12 ഷെഡ്യൂളുകൾ ഡീൽ ചെയ്യുന്നത് ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളിലാണ് എന്ത് പറയുന്നത്, സ്റ്റേറ്റ് ആൻഡ് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ പറയുന്നത്. മീൻസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ദെയർ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ പറയുന്നത് ഫസ്റ്റ് ഷെഡ്യൂളിലാണ്. സെക്കൻഡ് ഷെഡ്യൂളിലാണ് അതുപോലെ തന്നെ ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്ന വേറൊരു കാര്യമാണ് നെയിം ഓഫ് ദ യൂണിയൻ ആൻഡ് ടെറിട്ടറീസ് ആൻഡ് ദെയർ എക്സ്റ്റെന്റ്. അത് ഫസ്റ്റ് ഷെഡ്യൂളിലാണ് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ കാര്യം ക്ലിയർ ആണ്. സ്റ്റേറ്റ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂളിലാണ് അമെൻമെന്റ് വരുത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ പറഞ്ഞു കൊടുക്കുന്ന മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് നെയിംസ് ഓഫ് ദ സ്റ്റേറ്റ്സ് ആൻഡ് ദെയർ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ, അതുപോലെ തന്നെ നെയിംസ് ഓഫ് ദ യൂണിയൻ ടെറിട്ടറി ആൻഡ് ദെയർ എക്സ്റ്റെന്റ്. അപ്പോൾ ആർട്ടിക്കിൾ 1 to 4 ആണ് ഈ ഫസ്റ്റ് ഷെഡ്യൂളിൽ ഡീൽ ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലെ ഷെഡ്യൂൾസ് എടുക്കാം. 4 ഷെഡ്യൂൾസ് ആണ് അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. 5th ഷെഡ്യൂളും 6th ഷെഡ്യൂളും 9th ഷെഡ്യൂളും 10th ഷെഡ്യൂളും. അതിനകത്ത് 5th ഷെഡ്യൂൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി 6th ഷെഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. 6th ഷെഡ്യൂൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ 4th ഓപ്ഷന്റെ നേരെയുള്ളത്, പ്രൊവിഷൻ റിലേറ്റിംഗ് ടു അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയസ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. അതാണ് 6th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. 9th ഷെഡ്യൂൾ കറക്റ്റ് ആയിട്ടാണ് മാച്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഉള്ളതാണ് 10th ഷെഡ്യൂൾ. 10th ഷെഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. 10th ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്തിന്റെ ബേസിൽ, ഡിഫെക്ഷൻ, ആന്റി ഡിഫെക്ഷന്റെ ബേസിൽ നമ്മൾ ഒരു മെമ്പേഴ്സിനെ, പാർലമെന്റിലെ മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ മെമ്പേഴ്സിനെയും ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന പ്രൊവിഷൻസ് ആണ് ഇതിൽ പറയുന്നത്. ഈ ഷെഡ്യൂൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത് 52nd അമെൻമെന്റ് ആക്ട് ഓഫ് 1985 വഴിയാണ് ആഡ് ചെയ്തത്. ഇതിനെ നമ്മൾ എന്ത് പറയുന്നു, ഈ 52nd അമെൻമെന്റ് ആക്ട് 1985 നമ്മൾ ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് കൂടി പറയും. ഇത് ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 102 and 191 ആണ്. ഇത്രയും ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിന്റെ രണ്ടിന്റെയും ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് ഷെഡ്യൂളും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് എങ്ങനെ നോക്കാം. ഫസ്റ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നത്, അതായത് എവിടുന്നാണ് നമ്മൾ ഓരോ പ്രൊവിഷൻസ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 4-5 നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ വന്നതുകൊണ്ട് ഡിസ്കസ് ചെയ്തു. ഇനി അതിനായിട്ട് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതിനകത്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്തത് ഫെഡറൽ സ്കീം, ഓഫീസർ ഓഫ് ഗവർണർ, ജുഡീഷ്യറി, പബ്ലിക് സർവീസ് കമ്മീഷൻസ്, അതുപോലെ എമർജൻസി പ്രൊവിഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്. ഇതെല്ലാം നമ്മൾ എവിടുന്നാണ് അഡോപ്റ്റ് ചെയ്തത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നാണ് അഡോപ്റ്റ് ചെയ്തത്. പിന്നെ ഉള്ളത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, റൂൾ ഓഫ് ലോ, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയേഴ്സ്, സിംഗിൾ സിറ്റിസൺഷിപ്പ്, അതുപോലെ തന്നെ ക്യാബിനറ്റ് സിസ്റ്റം, പ്രൊറോഗേറ്റീവ് റിറ്റ്സ്, അതുപോലെ തന്നെ പാർലമെന്ററി പ്രിവിലേജസ്, ബൈക്യാമറലിസം, അതുപോലെ തന്നെ ഫാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം, സ്പീക്കേഴ്സ് ആൻഡ് അവരുടെ റോള്, അതെല്ലാം നമ്മൾ എവിടുന്നാണ് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ US കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ്, റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ് ആൻഡ് പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ്. ഇതെല്ലാം നമ്മൾ US കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനും കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനും ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി സോവിയറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് USSR, റഷ്യ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ ഐഡിയ ഓഫ് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, പ്രിയാമ്പിൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ലിബർട്ടി, ഈക്വാളിറ്റി, ഫെർട്ടേണിറ്റി, പ്രിയാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ലിബർട്ടി, ഈക്വാളിറ്റി, ഫെർട്ടേണിറ്റി അതെല്ലാം നമ്മൾ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ ജപ്പാനീസ് കോൺസ്റ്റിറ്റ്യൂഷനാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോഴ്സിന്റെ കാര്യത്തിൽ ഇതാണ് മെയിനായിട്ട് കണ്ടിന്യൂസ്ലി എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും ട്രിക്കൊക്കെ യൂസ് ചെയ്തിട്ട് നോക്കുക, പഠിക്കാൻ പറ്റും നോക്കുക.
പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീൽ ചെയ്തത് ഷെഡ്യൂൾസിനെ കുറിച്ചിട്ടായിരുന്നു. പറഞ്ഞു നമ്മൾ 12 ഷെഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ഷെഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്തൊക്കെ പ്രസിഡന്റിന്റെ, അതുപോലെ തന്നെ ഗവർണർ ഓഫ് സ്റ്റേറ്റ്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ലോകസഭ, ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ, ഇവരുടെ ഒക്കെ അവരുടെ അലവൻസസ്, പ്രിവിലേജസ്, എൻവോൾവ്മെന്റ്സ്, ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള പ്രൊവിഷൻസ് ആണ് എന്തിൽ പറയുന്നത്, ഈ സെക്കൻഡ് ഷെഡ്യൂൾ പറയുന്നത്. അഡീഷണൽ ആയിട്ട് പറയുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും പറയുന്നുണ്ട്. അതുപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ചെയർമാന്റെയും ഡെപ്യൂട്ടി ചെയർമാന്റെയും പറയുന്നുണ്ട്. അതുപോലെ സുപ്രീം കോടതി ജഡ്ജസിന്റെ പറയുന്നുണ്ട്, ഹൈക്കോടതി ജഡ്ജസിന്റെ പറയുന്നുണ്ട്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ പറയുന്നുണ്ട്. അപ്പോൾ ബി വെരി കെയർഫുൾ. നമ്മൾ സെക്കൻഡ് ഷെഡ്യൂള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ക്വസ്റ്റ്യൻ വന്നതുപോലെ തന്നെ സ്റ്റേറ്റ് ഫോം ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വന്നതുപോലെ തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ഏത് ഷെഡ്യൂളാണെന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് വി ഹാവ് ടു ഗോ ടു ദ സെക്കൻഡ് ഷെഡ്യൂൾ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അതുപോലെ ജഡ്ജസിന്റെ അവരുടെ സാലറി അലവൻസ് മിനിറ്റ്സ് ഒക്കെ കൂട്ടാനും കുറക്കാനും അതിനൊക്കെ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് വി ഹാവ് ടു ബി മേക്ക് അമെൻമെന്റ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് തേർഡ് ഷെഡ്യൂളാണ്. തേർഡ് ഷെഡ്യൂളിൽ അതായത് ഫോംസ് ഓഫ് ഓത്ത് ആൻഡ് അഫർമേഷൻ, അത് ആരുടെയൊക്കെ, യൂണിയൻ മിനിസ്റ്റേഴ്സിന്റെ, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ഫോർ ഇലക്ഷൻ ടു ദ പാർലമെന്റ്, അതുപോലെ തന്നെ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, സുപ്രീം കോടതി ജഡ്ജസിന്റെ, എഗെയിൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ, സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സിന്റെ, അതുപോലെ എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിലെ കാൻഡിഡേറ്റ്സിന്റെ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിലെ മെമ്പേഴ്സിന്റെ, ഹൈക്കോടതി ജഡ്ജസിന്റെ, ഇതെല്ലാം പറയുന്നത് തേർഡ് ഷെഡ്യൂളിലാണ്. ഫോർത്ത് ഷെഡ്യൂള് നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഫോർത്ത് ഷെഡ്യൂളിൽ അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ രാജ്യസഭ ആൻഡ് സ്റ്റേറ്റ് ഇൻ ദ യൂണിയൻ ടെറിട്ടറീസ് അത് പറയുന്നുണ്ട്. ഫോർത്ത് ഷെഡ്യൂളിൽ അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ രാജ്യസഭ ടു ദ സ്റ്റേറ്റ്സ് ആൻഡ് ദ യൂണിയൻ ടെറിട്ടറീസ് പറയുന്നത് ഫോർത്ത് ഷെഡ്യൂളാണ്. ഫിഫ്ത്ത് ഷെഡ്യൂളിൽ അതിനകത്ത് സെക്ഷൻ എന്ന് പറയുന്നത് 4 and 18, ആർട്ടിക്കിൾ 4 and 18. അത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്തിൽ, ഫോർത്തിൽ ശ്രദ്ധിക്കേണ്ടത് രാജ്യസഭ സീറ്റ്സിന്റെ അലോക്കേഷനാണ് രാജ്യസഭയിലോട്ട്. അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറിയിൽ നിന്നുള്ളത് സ്റ്റേറ്റ്സിൽ നിന്ന് യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് രാജ്യസഭയിലോട്ടുള്ള സീറ്റ്സിന്റെ അലോക്കേഷനാണ് ഫോർത്ത് ഷെഡ്യൂളിൽ പറയുന്നത്. ഫിഫ്ത്ത് ഷെഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ സിക്സ്ത് ഷെഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സെവൻത്ത് ഷെഡ്യൂൾ ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഷെഡ്യൂൾ, ദാറ്റ് ഈസ് സെവൻത്ത് ഷെഡ്യൂൾ. അതായത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സിന്റെ ഡിവിഷൻ ഓഫ് പവറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 3 ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന ഷെഡ്യൂളാണ് സെവൻത്ത് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. Of course, everyone know that there is 3 lists: union list, concurrent list and state list. അപ്പോൾ അതിൽ യൂണിയൻ ലിസ്റ്റിൽ എത്ര പ്രൊവിഷൻ, ഏതൊക്കെ സബ്ജക്ട്സുകളുണ്ട്, അതുപോലെ തന്നെ ലിസ്റ്റ് 2 അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ, അതുപോലെ ലിസ്റ്റ് 3 കൺകറന്റ് ലിസ്റ്റിൽ ഏതൊക്കെ കാര്യങ്ങൾ സബ്ജക്റ്റുകളുണ്ട്, അതെല്ലാം സെവൻത്ത് ഷെഡ്യൂളിലാണ് പറയുന്നത്. അത് ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 246 ആണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് എയ്ത്ത് ഷെഡ്യൂളാണ്. എയ്ത്ത് ഷെഡ്യൂളിൽ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഷെഡ്യൂളാണ് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒറിജിനലി 14 ലാംഗ്വേജ് ആണ് ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ അത് പ്രസന്റ്ലി 22 ലാംഗ്വേജ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് പറയുന്നത് എയ്ത്ത് ഷെഡ്യൂളിലാണ്. പിന്നെ അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ പുതിയ ഏതെങ്കിലും ലാംഗ്വേജ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ റെക്കഗ്നൈസ് ചെയ്ത ലാംഗ്വേജ് ആവണമെങ്കിൽ എയ്ത്ത് ഷെഡ്യൂളിലാണ് അതിന് അമെൻമെന്റ് വരുത്തേണ്ടത്. പിന്നെ പറയുന്നത് നയൻത്ത് ഷെഡ്യൂൾ. നയൻത്ത് ഷെഡ്യൂൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ക്വസ്റ്റ്യനിൽ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നത് 10th ഷെഡ്യൂളാണ്. അതും ഞാൻ ഓൾറെഡി പറഞ്ഞു, ആന്റി ഡിഫെക്ഷൻ ലോ, അതായത് 52nd അമെൻമെന്റ് വഴി വന്നിട്ടുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും, അതാണ് 10th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ദെൻ 11th ഷെഡ്യൂൾ പറയുന്നത് പവേഴ്സും അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പഞ്ചായത്തിന്റെയാണ് 11th ഷെഡ്യൂൾ പറയുന്നത്. അതിൽ 29 മാറ്റേഴ്സ് പറയുന്നുണ്ടായിരുന്നു. അത് ഈ ഷെഡ്യൂൾ ആഡ് ചെയ്തത് നമ്മുടെ ഓഫ്കോഴ്സ് നമുക്ക് അറിയാം 73rd and 74th. അപ്പോൾ 73rd അമെൻമെന്റ് ആക്ട് വഴിയാണ്, 1992 73rd അമെൻമെന്റ് ആക്ട് വഴിയാണ് ഈ 11th ഷെഡ്യൂൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത്. ദെൻ 12th ഷെഡ്യൂൾ പവേഴ്സ് ആൻഡ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് മുനിസിപ്പാലിറ്റി. അതിനകത്ത് 18 മാറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു 11th ഷെഡ്യൂൾ പഞ്ചായത്തിനെയും 12th ഷെഡ്യൂള് മുനിസിപ്പാലിറ്റീസിനെയും. ഈ ഷെഡ്യൂൾ ആഡ് ചെയ്തത് 74th, പഞ്ചായത്തിന്റെ ഷെഡ്യൂൾ ആഡ് ചെയ്തത് 73rd അമെൻമെന്റ് ആക്ട്, രണ്ടും 1992 ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വിചാരിക്കുന്നു. ഇതാണ് ഷെഡ്യൂളുകൾ. അപ്പോൾ ഷെഡ്യൂളുകൾ ഏറ്റവും മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷെഡ്യൂളുകളൊക്കെ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 7th ഷെഡ്യൂൾ, 8th ഷെഡ്യൂൾ, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഷെഡ്യൂൾ 5th and 6th, ദെൻ 11th and 12th, പിന്നെ സെക്കൻഡ് ഷെഡ്യൂൾ ശ്രദ്ധിക്കണം, 10th ഷെഡ്യൂൾ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ 3 ക്വസ്റ്റ്യൻ ആയിട്ട് ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ.
ഇത്രയും ക്വസ്റ്റ്യൻ ഇത് എപ്പോഴും നിങ്ങൾ ഈ ഷെഡ്യൂളുകൾ നിങ്ങളുടെ എന്തെങ്കിലും ചെറിയ നോട്ടുകളോ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഭാഗം പഠിക്കുന്ന സമയത്ത് ചെറിയ സ്റ്റിക്കി നോട്ടിലൊക്കെ ആക്കിയിട്ട് നിങ്ങളുടെ ചുമരിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എപ്പോഴും ഓർമ്മിച്ചെടുക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാനും നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ഷെഡ്യൂൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഫോർ ദിസ് എക്സാം 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എക്സാമുകൾക്ക് അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ യു കൻ എക്സ്പെക്ട് ഫ്രം ദാറ്റ് ഏരിയ. സോ ഞാൻ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ എങ്ങനെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് അത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് അതർവൈസ് ഐ ഹാവ് ടു ടേക്ക് ലോട്ട്സ് ഓഫ് ടൈം ടു ഡീറ്റെയിൽ ഡിസ്കഷൻ ഓഫ് ദിസ് പാർട്ട്. പക്ഷേ ഫോർ റൈറ്റിംഗ് മെയിൻസ് ദിസ് ഈസ് നോട്ട് ഇനഫ്. ഫോർ റൈറ്റിംഗ് മെയിൻസ് യു ഹാവ് ടു സ്റ്റഡി വെരി വെൽ ദ ഷെഡ്യൂൾസ് ആൻഡ് ഡീറ്റെയിൽസ്. ദെൻ സോഴ്സ് പാർട്ട് ഐ ഹാഡ് ഡൺ ഇൻ ഡീറ്റെയിൽ. ഇത്രയൊക്കെ തന്നെ അതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാനുള്ളൂ. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് എ മെയിൻസ് ഇതിന് ഇങ്ങനെ ആ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. ഷെഡ്യൂൾ പാർട്ടിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു 70 to 80% നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് ഫോർ എക്സാമ്പിൾ ആൻറ്റി ഡിഫെക്ഷൻ പാർട്ട്, അതുപോലെ തന്നെ 9th ഷെഡ്യൂള്, അതിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഫോർ ദാറ്റ് ഇറ്റ്സ് നോട്ട് ഇനഫ്. പക്ഷേ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് എക്സാമിനേഷന് പറ്റുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ ഇറ്റ്സ് ലെങ്തി, യു ഹാവ് ടു ലിസൺ ഇറ്റ് വെരി കെയർഫുള്ളി. ദെൻ സോഴ്സ് ഓൾസോ ഡൺ വെരി വെൽ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിനെ സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം. ദെൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഹെൽപ്ഫുള്ളാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളായിട്ടുള്ള ആൾക്കാർക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. മറ്റുള്ള പാട്ടുമായിട്ട് അടുത്തുള്ള ക്വസ്റ്റ്യന് ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ പാട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ ബെല്ലൈക്കൺ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, സീ യു.